അൽഹംദുലില്ലാ നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. ബഹുമാനികളെ, ആമുഖത്തിൻ്റെ ഒന്നും ആവശ്യമില്ലാത്തതുകൊണ്ടും സമയം വളരെ വിലപ്പെട്ടതായതുകൊണ്ടും ഞാൻ നിശ്ചയിക്കപ്പെട്ട വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നൊരു സംഘം, നമ്മൾ ഇന്നത്തെ ചെറുപ്പക്കാർ പരിചയപ്പെടാൻ കഴിയാത്ത ഒരു സംഘം. അത് ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്ക് ജമാഅത്തെ ഇസ്ലാമിയെ അറിയില്ല. ജമാഅത്തെ ഇസ്ലാമി ഉണ്ടാകുന്നതിൻ്റെ മുമ്പ് അതിൽ മെമ്പറായിരുന്ന ഒരാളാണ് എൻ്റെ വാപ്പ. ജമാഅത്തെ ഇസ്ലാമി ഉണ്ടാകുന്നതിന് അത് പറയുന്നത് വളരെ ശ്രദ്ധയോടുക്കുകയാണ്, ആവർത്തിക്കപ്പെടില്ല, ഞാൻ പറഞ്ഞു പോവുകയാണ്. അതായത് കേരളത്തിലെ ഒന്നാമത്തെ ജമാഅത്തുകാരനായ മുഹമ്മദ് അലി സാഹിബും എൻ്റെ വാപ്പയും ഒരു ദർസിൽ ഒന്നിച്ച് ഓതിയ ആളുകളാണ്. ആ ദർസിൽ നിന്ന് ഉറുദു നന്നായി പഠിപ്പിക്കപ്പെട്ടതുകൊണ്ട് ആലത്തൂർ ദർസിലാണ് മുഹമ്മദ് അലി സാഹിബ് ഓതിയിരുന്നത്. അപ്പോൾ എൻ്റെ വാപ്പ അദ്ദേഹത്തോടു കൂടെ ഉറുദു പഠിച്ചിരുന്നത് കൊണ്ട് അന്ന് സമാജത്തിൽ വന്നിരുന്ന ഉറുദു മാസിക അതെൻ്റെ വാപ്പ നന്നായി വായിച്ചിരുന്നു. മുഹമ്മദ് അലി സാഹിബും വായിക്കുകയായിരുന്നു. അന്നത്തെ ഇന്ത്യയിലെ എഴുത്തുകാരിൽ വളരെ സാഹിത്യത്തിൽ വളരെ കഴിവുള്ള നല്ല ലേഖനങ്ങൾ എഴുതുന്ന ഒരാളായിരുന്നു ഈ അബുല്ലാ ഇലാ മൗദൂദി. അദ്ദേഹത്തിൻ്റെ എഴുത്തിൽ ആകൃഷ്ടനായിട്ടാണ് അദ്ദേഹം ജമാഅത്ത് ഇസ്ലാമി ഉണ്ടാക്കുന്നതിൻ്റെ മുമ്പേ എൻ്റെ വാപ്പയും മുഹമ്മദ് അലി സാഹിബൊക്കെ ജമാഅത്തുകാരായത്. അതുകൊണ്ട് തന്നെ സാഹിത്യം, അവരെപ്പറ്റി സാഹിത്യ ജീവികൾ എന്നൊരു പ്രയോഗം പണ്ട് നടത്തിയത് ഉമർ മൗലവിയാണ്. ഉമർ മൗലവിയാണ് ഈ ജമാഅത്ത് ഇസ്ലാമിയെ ശരിക്ക് കേരളത്തിൽ പരിചയപ്പെടുത്തി തന്ന ആൾ. നേരത്തെ പറഞ്ഞ സൽസബീലിൻ്റെ ഇപ്പോൾ സ്വാമിയായി നടക്കുന്ന ബഷീർ മാഷിൻ്റെയൊക്കെ വാപ്പ ഉമർ മൗലവി. അദ്ദേഹം ഇവരെ മേശിരിമാർ എന്നാണ് പറഞ്ഞിരുന്നത്. ജമാഅത്ത് ഇസ്ലാമിക്കാരൻ മേശിരിമാരെന്നാണ് പറയുക. മേശിരി എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല, ഒരു പണിയെടുക്കൂല, പണിയെടുക്കണവരെ മുഴുവൻ കുറ്റം പറയാം. ഇതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ പൊതു സ്വഭാവം. അതിപ്പോൾ തുടങ്ങിയതല്ല, അവരുണ്ടായ കാലം മുതൽ തൊട്ടേ അവരങ്ങനെ തന്നെയായിരുന്നു. ആ പണി തന്നെയാണ് ഇപ്പോഴും ജമാഅത്തുകാർ ചെയ്തുകൊണ്ടിരിക്കുന്നതും അങ്ങനെ തന്നെയാണ്. അതിനിടയിൽ അവർക്ക് ദീൻ പഠിക്കാനും പഠിപ്പിക്കപ്പെടാനും കഴിഞ്ഞില്ല. ആ പഴയ ദർസിൽ ഓതിയിരുന്ന സുന്നി മൗലവിമാർ, കുറച്ച് മൗലവിമാരിൽ ഉണ്ടായിരുന്നു. KC അബ്ദുള്ള മൗലവി, TK അബ്ദുള്ള മൗലവി തുടങ്ങി കുറച്ച് ആൾക്കാരൊക്കെ അതിലുണ്ടായിരുന്നു. ആ മൗലവിമാർ മരിച്ചു പോയതോടുകൂടെ ആ വംശം അവരിൽ കുറ്റിയേറ്റുപോയി. പിന്നെ പുതിയ തലമുറയെ പിടിച്ചു നിർത്താൻ വേണ്ടി അവർ കണ്ടെത്തിയ മാർഗങ്ങളാണ് പ്ലാച്ചിമട, ഗെയില്, കേരയിൽ, സിൽവർ ലൈന്, ഇങ്ങനെ കുറേ വിഷയങ്ങൾ ഈ കുട്ടികളുടെ ഇടയിലേക്ക് ഇട്ടുകൊടുത്തിട്ട് കുറേ വിവരദോഷികളെ സംഘടിപ്പിച്ച് നിർത്തി എന്നതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ വിജയം. ആ കൂട്ടത്തിൽ അവരുടെ വലിയ വരുമാന മാർഗമാണ്, ഇപ്പോൾ കണ്ടില്ലേ, ഇവിടെ പ്രസംഗിക്കാൻ വരുന്ന മൗലവിമാരുടെ കയ്യിലൊക്കെ പ്രബോധനമുണ്ട്, എൻ്റെ കയ്യിലും ഉണ്ട്. അതാണ് അവരുടെ വിജയം. സാഹിത്യം അവർ നമ്മളെ അത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ട്. പല സുന്നി മൗലവിമാരും വെള്ളിയാഴ്ച പ്രസംഗിക്കുന്ന പ്രസംഗങ്ങളിൽ വരെ ജമാഅത്തിൻ്റെ ആശയം കടന്നു വരാറുണ്ട്. ശരിയായൊരു മുർഷിദില്ലാത്ത ഉസ്താദിൻ്റെ ശിഷ്യന്മാർ, അങ്ങനെയുള്ള മൗലവിമാർ പ്രസംഗിച്ചാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയം ഇവർ പ്രസംഗിക്കും. അത്രയേ ഉള്ളൂ. അലിയാർ കാസിമി എന്നൊക്കെ പറഞ്ഞ് മുമ്പ് പ്രബോധനത്തിൽ വന്ന ലേഖനത്തിൽ ആ വാക്ക് അങ്ങനെ തന്നെ ഉണ്ട്. അയാളുടെ സ്വന്തമൊന്നുമല്ല അത്. ഇവിടെ ഉണ്ട്, എൻ്റെ കയ്യിലുണ്ട് ആ പ്രബോധനം, വായിക്കാൻ ഒഴിവില്ലാത്തതുകൊണ്ട് ഞാൻ വായിക്കണില്ല. ആ വാക്ക് അതേപോലെ അയാളെടുത്ത് പറഞ്ഞാണത്, അല്ലാണ്ട് അയാളുടെ സ്വന്തമൊന്നുമല്ല. മുർഷിദില്ലാത്ത കുഴപ്പം. ഒരു ഉസ്താദ്, ഒരു മൗലിയരാകണമെങ്കിൽ ഒരു കോളേജിൽ നിന്ന് ബിരുദം കിട്ടിയത് കൊണ്ട് ഒരാൾ അലിമൊന്നും ആവില്ല, നല്ലൊരു മുർഷിദ് ഉണ്ടാവണം, എന്നാലേ രക്ഷപ്പെടും. അതുകൊണ്ട് തന്നെ വിവരമില്ലാത്ത ഒരു വിഭാഗം എന്ന നിലയ്ക്കാണ് ഈ ജമാഅത്തെ ഇസ്ലാം ഈ സമൂഹത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയത്. ആ നിലയ്ക്കാണ്. ഇതൊരു പ്രബോധനമാണ്. ഈ പ്രബോധനത്തിൽ ജമാൽ മലപ്പുറം നല്ലൊരു എഴുത്തുകാരനാണ്, ഖത്തറിലൊക്കെ വലിയ സ്ഥാനത്തിരുന്നിരുന്ന ഒരാളാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ എഴുത്തുകാരൻ, വലിയ ക്ലാസ് എടുക്കുന്ന ആളുമൊക്കെയാണ്. ആ ജമാൽ എഴുതിയ ഒരു കുറിപ്പിൻ്റെ കുറച്ച് ഭാഗം ഞാൻ വായിക്കാം. ലഭ്യമായ മുഴുവൻ അറിവുകളുടെയും തെളിവുകളുടെയും വെളിച്ചത്തിൽ അള്ളാഹുവിൻ്റെ ആസ്തിക്യത്തെയും ഗുണവിശേഷണങ്ങളെയും അധികാര അവകാശങ്ങളെയും കുറിച്ച് പഠിപ്പിക്കുന്ന ശാസ്ത്രം എന്ന് നിർവചിക്കപ്പെട്ട സുപ്രധാനമായ ഒരു വിജ്ഞാന ശാഖയാണ് ഇൽമു തൗഹീദ്. അതിൻ്റെ ആളുകൾ അള്ളാഹു എന്ന പദത്തെക്കുറിച്ചും വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട്. പ്രസ്തുത ശാസ്ത്രത്തെയും അതിലെ പണ്ഡിതന്മാരെയും ഗ്രന്ഥങ്ങളെയും തീർത്തും അവഗണിച്ചു കൊണ്ടുള്ളതായിരുന്നു അള്ളാഹുവിൻ്റെ മലയാള പരിഭാഷയെപ്പറ്റി പ്രബോധനത്തിൽ വന്ന ചർച്ച എന്ന് ഖേദപൂർവം ചൂണ്ടിക്കാണിക്കട്ടെ. അക്കാദമിക പണ്ഡിതന്മാരല്ല, സാധാരണ പ്രവർത്തകർ വേണം ഈ വിഷയത്തിൽ അഭിപ്രായം പറയാൻ എന്ന് വരെ എഴുതി കണ്ടു. അള്ളാഹ് എന്നതിന് പരിഭാഷ പറയുമ്പോൾ
പണ്ഡിതന്മാരല്ല അത് പറയേണ്ടത്, സാധാരണ പ്രവർത്തകരാണ്. പണ്ഡിതന്മാർക്ക് അതൊന്നും പറയാറ് അധികാരമല്ല എന്ന് വരെ പ്രബോധനത്തിൽ എഴുതി കണ്ടു. ഇത് പ്രബോധനം തന്നെയായി പറയുന്നത്. അങ്ങനെ യാതൊരു നിലയിലും ദീനുമായി ബന്ധപ്പെടാൻ കഴിയാത്ത, ഒരു നിലയിലും പൊരുത്തപ്പെടാൻ കഴിയാത്ത കുറേ വിവരദോഷികളുടെ സംഘടന. അവർക്ക് വിവരമുണ്ടാകുന്നത് തന്നെ ഇഷ്ടമല്ല. ആലിമീങ്ങളോടും ഇൽമിനോടും തീർത്താൽ തീരാത്ത പകയും വെറുപ്പുമാണ് അവരുടെ കൈമുതലായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ നിലയ്ക്കാണ് അവരുടെ സംഘടനാ പ്രവർത്തനവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പോകുന്നതും ആ നിലയ്ക്ക് തന്നെയാണ്. അവിടെയാണ് നമ്മൾ ഈ വിഭാഗത്തെ മനസ്സിലാക്കേണ്ടത്. കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലെ ഇത് സക്കാത്തുമായി ബന്ധപ്പെട്ട് അവരിറക്കിയ പ്രബോധനത്തിൽ ആ വിഷയത്തെക്കുറിച്ച് തന്നെ ഇറക്കിയ ഒരു മാസികയാണ്, ഒരു ലക്കമാണ്. കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലെ ഇബാറത്തുകൾ കീറി മുറിച്ച് എങ്ങനെയെല്ലാം സക്കാത്തിൻ്റെ സംഘടിത സ്വഭാവം തകർക്കാമെന്ന് ആലോചിക്കുകയാണ് നിർഭാഗ്യവശാൽ നമ്മുടെ പണ്ഡിതന്മാർ. ഇത് പ്രബോധനം എഴുതുകയാണ്, അവരുടെ കാഴ്ചപ്പാട് അവരെഴുതുന്നു. അപ്പോൾ പണ്ഡിതന്മാരെ എവിടെ ഒന്നും ഉണ്ടരുത്, വിവരമുള്ളവർ ചർച്ച ചെയ്യരുത്, വിവരമില്ലാത്ത ഞങ്ങൾ ചെയ്തോളാം അതൊക്കെ എന്നാണ് ഇപ്പം ജമാഅത്തെ ഇസ്ലാമിയുടെ കാഴ്ചപ്പാട്. കാരണം അവരുടെ കൂട്ടത്തിൽ വിവരമുള്ളവരാരുമില്ല. മൊയ്ദ് മൗലവി മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പ് എന്നും പറഞ്ഞിട്ടൊരു പ്രബോധനം ലക്കം ഇറങ്ങി. അത് കിട്ടുകയാണെങ്കിൽ ഒന്ന് വാങ്ങി വായിച്ചാൽ അറിയാം. അദ്ദേഹം പറഞ്ഞതും അദ്ദേഹത്തെ പറ്റി എഴുതിയവർ പറഞ്ഞതും മുഴുവൻ ജമാഅത്തെ ഇസ്ലാമിയിൽ ഒരു വെള്ളിയാഴ്ച ഒത്തുപോകാൻ പറ്റുള്ള ഒരാൾ പോലും ജമാഅത്തെ ഇസ്ലാമിയിൽ ഇല്ല എന്ന് അതിൽ പറയുന്നുണ്ട്. എത്ര ഖേദകരമാണ് അവസ്ഥ. ഇത് പലപ്പോഴും നമ്മൾ നേരിടുന്നുണ്ട്. അള്ളാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പോൾ ഈ നിലയിൽ അവരുടെ ആ സമൂഹത്തിന് പറ്റിപ്പോയ വിവരക്കേടിൻ്റെ ആഴമാണ് ഇത് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എന്ത് പച്ചക്കള്ളം, ഇപ്പോൾ ഇവിടെ നമ്മൾ പ്രബോധനത്തിൽ അതുണ്ട് ഇതുണ്ട് എന്നും പറഞ്ഞിട്ട് അവർക്ക് ഇതൊന്നും തെളിവല്ല. അതും കൂടി നമ്മൾ മനസ്സിലാക്കണം. ഈ പ്രബോധനം എന്ന് പറയുന്ന സാധനം അവരുടേതാണ് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവർക്കതിൽ യാതൊരു ഉത്തരവാദിത്വമില്ല. നോക്കി, ഇതൊരു പ്രബോധനമാണ്. VC അഹമ്മദ് കുട്ടി മാഹി എഴുതിയ സുന്നികളും സുന്നത്ത് ജമാഅത്തും എന്ന് പറയുന്ന ഒരു ലേഖനത്തിൽ എഴുതുകയാണ്. സുന്നികൾക്കിടയിൽ പ്രചാരത്തിലുള്ള മൗലൂദ് കിതാബുകളിൽ അദ്വൈതവാദപരമായ ധാരാളം ശ്ലോകങ്ങൾ കാണാം. ഹദ്ദാദ് റാത്തീബിൽ ഒരിടത്ത് ഇങ്ങനെ വായിക്കാം: ഐന അന ഇദാ അന്ത ബിദാത്തി ദായിമൻ കുന്തു ഫമാ ബിന്ത വലാ ബിന്തു വലാത്ത ബൈനൻ അല്ലാഹു എന്ന് ഹദ്ദാദ് റാത്തീബിൽ ഉണ്ടത്രേ. ഏത് ഹദ്ദാദ് എവിടെയെന്ന് ഞമ്മക്കറിഞ്ഞൂടാ. ഇതൊക്കെ പള്ളികളിൽ നടച്ചെല്ലി വരുന്ന മിക്കവാറും വയസ്സന്മാർക്കൊക്കെ കാണാതെ അറിയുന്നൊരു സാധനം. അത് പച്ചയിൽ അതിലില്ലാത്ത അതിനെപ്പറ്റി ചെയ്താൽ തീർന്നില്ല. ഇനി വേറെയും നുബുവത്ത് വാദം സുന്നികളിൽ കടന്നുകൂടിയത് കാണുക. മുഹീദ്ദീൻ ഷെയ്ഖിൻ്റെ മൗലീദിൽ ഷെയ്ഖ് അവർകൾ പറയുന്നതായി ഗ്രന്ഥകർത്താവ് അവതരിപ്പിക്കുന്നു: സുയ്യിനൽ ലുഫ്കു മുദുലിത്തു ബി സഅദിൻ അന ഖാതമുർ റുസുലി അവ്വലുൽ അംബിയായി എന്ന് മുഹീദ്ദീൻ ഷെയ്ഖ് പറഞ്ഞു എന്ന് മുഹീദ്ദീൻ മൗലൂദിലുണ്ട് എന്നാപ്പി പറയുന്നത്. ആലോചിച്ച് നോക്കണം. പ്രബോധനത്തെ എഴുതണത് നമ്മളുടെ വകയിലൊന്നും കൂട്ടിക്കൊടുക്കണില്ല. അപ്പോൾ ഇവരിത് എഴുതി പറഞ്ഞിട്ട് ഇവരോട് നമ്മൾ അവരെ അനുയായികളോട് ഇതിനെ എതിർത്ത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഞങ്ങൾക്ക് അതൊന്നും ബാധകമല്ല. കാരണം എല്ലാവരും മുജ്തഹിദുകളാണ്. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ ശാന്തപുരം കോളേജിൻ്റെ ഒരു സമ്മേളനത്തിൽ ഒ അബ്ദുറഹ്മാൻ പ്രസംഗിച്ചത് എല്ലാവരെയും മുജ്തഹിദുകളാക്കാനാണ് നമ്മൾ ഈ സ്ഥാപനം തുടങ്ങിയത് എന്നാണ്. പിന്നെ ഇപ്പം നമ്മൾ അവരോട് തെളിവുദ്ധരിച്ച് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അവർ സ്വന്തമായി ഇജ്തിഹാദ് ചെയ്ത് അവർ മനസ്സിലാക്കിയ പുതിയ ദീന് അതേപോലെ പറയുന്ന ഒരു വിഭാഗമാണ്. അവരോടാണ് നമ്മൾ ഇപ്പം അവർ ഇസ്ലാമിലെ സക്കാത്തിനെ കുറിച്ചും ഇവർക്ക് യാതൊരു പിടിപാടുമില്ല. പിന്നെന്താ, അവർ പഠിച്ചു വച്ചിരിക്കുന്ന ഒരു സംവിധാനം വെച്ചിട്ട് എന്തൊക്കെയോ ആണ് സക്കാത്ത് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഇല്ലാത്ത കുറേ കാര്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണ്. ഇവിടെ പറഞ്ഞു, സക്കാത്ത് എന്ന് പറഞ്ഞാൽ ഹക്കുൻ വാജിബുൻ ഫി മാലിൻ മഖ്സൂസിൻ ലി ത്വായിഫത്തിൻ മഖ്സൂസത്തിൻ ഫി വഖ്തിൻ മഖ്സൂസിൻ. സക്കാത്ത് എന്ന് പറഞ്ഞാൽ അത് പ്രത്യേകമായ മുതലുകളിൽ മാത്രമാണ്. എല്ലാ മുതലിനും സക്കാത്തില്ല. ലി ത്വായിഫത്തിൻ മഖ്സൂസത്തിൻ, ഒരു പ്രത്യേക വിഭാഗക്കാരായ 8 കൂട്ടർക്ക് അത് കൊടുക്കാൻ പറ്റൂ, വേറുള്ളവർക്ക് കൊടുക്കാനും പറ്റൂല. ഫി വക്തിൻ മഖ്സൂസിൻ, ആവശ്യമുള്ള സമയത്തൊട്ട് കിട്ടൂല. അതിൻ്റെ കൊല്ലവും സമയമൊക്കെ എത്തുമ്പോഴേ അത് കൊടുക്കാനും പറ്റുള്ളൂ. അപ്പോൾ ആവശ്യത്തിന് കിട്ടൂല, ആവശ്യക്കാർക്ക് കിട്ടൂല, അത് എല്ലാ മുതലിൽ നിന്നും കിട്ടൂല. അതാണ് ഇപ്പോൾ ഈ സക്കാത്ത് എന്ന് പറഞ്ഞത്. നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒക്കെ മനസ്സിലാക്കണം. ഇസ്ലാമിലെ സമ്പത്ത് വ്യവസ്ഥ എന്നൊക്കെ സക്കാത്ത് പദ്ധതി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വലിയ സംഭവമാക്കിയിട്ട് ഇതങ്ങോട്ട് വന്നാൽ ലോകത്തെ ദാരിദ്ര്യം മുഴുവൻ അങ്ങ് മാറിപ്പോകുമെന്നാണ് പറയുന്നത്. ലോക പൊട്ടത്തരല്ലേ കൂട്ടരെയാ പറയുന്നത്. ഈ 2.5% മുതൽ മുസ്ലിമീങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളൊക്കെ 2.5% സക്കാത്ത് കൊടുത്തു നിൽക്കട്ടെ, എന്നാൽ ലോകത്തെ ദാരിദ്ര്യം മാറുന്നു നിങ്ങൾക്ക് ആർക്കെങ്കിലും വല്ല വിശ്വാസമുണ്ടോ? ഈ 97% അവിടെ കിടക്കല്ലേ? ഈ 97% അവർ കെട്ടിപ്പൂട്ടി എടുത്തു വെച്ചാൽ ഇവിടെ എവിടെ ദാരിദ്ര്യം മാറാനാണ്?
അപ്പം ദാരിദ്ര്യം മാറുക എന്നതൊന്നും അല്ല ഇവിടെ വിഷയം. 4 വിഭാഗം സമ്പത്തുകളിൽ അതിലേ ഉള്ളൂ സക്കാത്ത്. അതിൽ 2.5% 8 വിഭാഗത്തിൽ നിന്നുള്ള ആളുകൾക്ക് എത്തിക്കപ്പെട്ടവർക്ക് വർഷത്തിലൊരിക്കൽ കൊടുക്കലാണല്ലോ ഈ സക്കാത്ത് എന്ന് പറഞ്ഞത്. ബാക്കി 97% ബാക്കി സക്കാത്തില്ലാത്ത ചായത്തോട്ടം, കാപ്പിത്തോട്ടം, റബ്ബർ, തേങ്ങ, ഏലം, കുരുമുളക്, കെട്ടിടങ്ങൾ, കുതിര, ഇങ്ങനെ വരുമാനം കിട്ടുന്ന ഒരുപാട് മുതൽ ദുനിയാവിലുണ്ട്. ഈ മുതലിലൊന്നും ബാധ്യതയില്ല എന്നാണ് ജമാഅത്തെ ഇസ്ലാമി മുജാഹിദ് നമ്മളോട് പറയുന്നത്. ഈ പറഞ്ഞ മുതലിൻ്റെ 2.5% കൊടുത്താൽ ബാക്കി 97.5% നമുക്ക് പുട്ടടിക്കാം മുതലാളിമാർക്ക്. പിന്നെ ആരും നമ്മുടെ വീട്ടിൽ എന്ത് ചോദിച്ചു വന്നാലും ഒന്നും കൊടുക്കണ്ട. ഒക്കെ ഞങ്ങൾ ബൈത്തുൽ സക്കാത്തിലേക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഒന്നും ചോദിച്ചിട്ട് ഇവിടെ ആരും വരണ്ട എന്ന് മുതലാളിമാരെ കൊണ്ട് പറയിപ്പിക്കുന്ന ഒരു സംവിധാനമാണ് ജമാഅത്തെ ഇസ്ലാമി ആഗ്രഹിക്കുന്നത്. പക്ഷെ ഖുർആൻ നമ്മളോട് പറഞ്ഞെന്താ? അവിടെ നേരത്തെ ഓതിയല്ലോ, വാ അഖീമുസ്സലാ, നിങ്ങൾ നിസ്കാരം നിലനിർത്തുക, വാ ആതു സക്കാത്ത, സക്കാത്ത് കൊടുക്കുക എന്നും പറഞ്ഞിട്ട് അള്ളാഹ് നിർത്തിയിട്ടില്ല. ഒരു വാക്ക് കൂടി തുടർന്ന് വരുന്നുണ്ട്, വാ അഖ്രിദുല്ലാഹ ഖർദൻ ഹസന, നിങ്ങൾ അള്ളാഹുവിന് നല്ല കടം കൊടുക്കുക എന്ന് അള്ളാഹു തആല നമ്മളോട് പറയുന്നുണ്ട്. ഇതെന്താ? ഇത് നമ്മുടെ മുഫസ്സിറുകൾ, ഖുർആൻ വ്യാഖ്യാതാക്കളായ പണ്ഡിതന്മാരും നമ്മുടെ ഫുഖഹാവും വളരെ വ്യക്തമായി തന്നെ ഈ ആയത്ത് വിശദീകരിച്ച് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അത് വേറെയാണ്, സക്കാത്തല്ല. സക്കാത്ത് അല്ലാത്ത ഒന്നിനെ കുറിച്ചാണ് വാത്തു സക്കാത്തൻ്റെ മേൽ അത്ഫ് ചെയ്തിട്ട് വഅഖ്രിദുല്ലാഹ ഖർദൻ ഹസന എന്ന് അല്ലാഹു തആല പറഞ്ഞത് വേറെ ഒന്നിനെ കുറിച്ചാണ്. അത് ആളുകൾ ചോദിച്ചു വരുമ്പോൾ കൊടുക്കേണ്ടത് തന്നെയാണ്. ഖുർആന്റെ ശൈലി തന്നെ അങ്ങനെയാ. യസ്അലൂനക, നബിയെ താങ്കളോട് അവർ ചോദിക്കുന്നു, മാദാ യുൻഫിഖൂന, നിങ്ങൾ എന്താണ് ചെലവഴിക്കേണ്ടത്, എന്താണ് ഞങ്ങൾ ചെലവഴിക്കേണ്ടത് എന്ന് അവർ ചോദിക്കുന്നു. അപ്പം അല്ലാഹു തആല അതിന് മറുപടി പറയുന്നത് എന്താ? കുലിൽ അഫ്വ, നബിയെ താങ്കളോട് അവർ വന്നിട്ട് എന്ത് ചെലവഴിക്കണം എന്ന് ചോദിക്കുമ്പോൾ അല്ലാഹു പറയുന്നത് കുലിൽ അഫ്വ, അഫ്വ് ചെലവഴിക്കണം. എന്താണ് അഫ്വ്? ജലാലൈനി അടക്കമുള്ള തഫ്സീറുകളിൽ കാണാം, അൽ ഫാളില അനിൽ ഹാജത്തി, ആവശ്യം കഴിച്ച് മിച്ചമുള്ളത് ചെലവഴിക്കണം. മഹാനായ അബൂ സഈദുൽ ഖുദരി റളിയല്ലാഹു അൻഹു തങ്ങൾ വഴിക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു ഹദീസിൽ കാണാം, അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നുണ്ട്, മൻ കാന ലഹു ഫളുൽ ലഹ്റിൻ ഫൽയഅദ് ബിഹി അലാ മൻ ലാ ലഹ്റ ലഹു, ആരുടെയെങ്കിലും കയ്യിൽ യാത്രയ്ക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒട്ടകമോ കുതിരയോ കഴുതയോ, അന്നത്തെ കാലത്ത് അതല്ലേ, ഇന്നത്തെ കാലത്ത് കാറ്, ബൈക്ക് അങ്ങനെയുള്ളതൊക്കെ ആവാം, ഏതായാലും യാത്രയ്ക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒട്ടകമോ കുതിരയോ കഴുതയോ ആരുടെയെങ്കിലും കയ്യിൽ ആവശ്യം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൽയഅദ് ബിഹി അലാ മൻ ലാ ലഹ്റ ലഹു, വാഹനമില്ലാത്തവന് അവനത് കൊടുക്കട്ടെ. ഫമൻ കാന ലഹു ഫളുൻ മിൻ സാദിൻ, ആരുടെയെങ്കിലും കയ്യിൽ ഭക്ഷണത്തിന് ബാക്കി വല്ലതുമുണ്ടെങ്കിൽ, അവൻ്റെ ആവശ്യം കഴിച്ച് ഭക്ഷണമുണ്ടെങ്കിൽ ഫൽയഅദ് ബിഹി അലാ മൻ ലാ സാദ ലഹു, ഭക്ഷണമില്ലാത്തവർക്ക് അത് കൊടുക്കട്ടെ. അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞു, ഫദക്കറ മിൻ അസ്നാഫിൽ മാലി മാ ദക്കറ, അള്ളാഹിൻ്റെ റസൂല് പലവിധ മുതലുകൾ എണ്ണി 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 അങ്ങനെ പറഞ്ഞിട്ട് ഹത്താ റഅയ്ന, ഞങ്ങൾ മനസ്സിലാക്കി, ഞങ്ങൾക്ക് ബോധ്യം വന്നു, അന്നഹു ലാ ഹഖ്ക ലി അഹദിൻ മിന്നാ ഫീ ഫളിൻ, ആവശ്യം കഴിഞ്ഞ് മിച്ചമുള്ളതിൽ ഞങ്ങൾക്ക് യാതൊരു അവകാശവുമില്ല, അതിൻ്റെ അവകാശികൾ പാവങ്ങളാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യം വന്നു എന്ന് മഹാനായ അബൂ സഈദുൽ ഖുദരി തങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസ് ഇമാം മുസ്ലിം ഉദ്ധരിച്ചതാണ്. റിയാദുസ് സാലിഹീനിൽ വരെ ഉദ്ധരിക്കപ്പെട്ട ഹദീസാണ്. ഈ ഹദീസിന് ബാബിട്ടപ്പോൾ മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു തങ്ങൾ, നമ്മുടെ മദ്ഹബിൻ്റെ മുഹക്കിക്കായ തഹ്കീക്ക് ചെയ്ത മഹാനായ ഇമാം നവവി തങ്ങൾ ബാബിട്ടത് ബാബുൽ ഈസാരി വൽ മുവാസാത്തി എന്നാണ്. അവിടെയാണ് മുവാസാത്ത് എന്ന ഒരു ബാധ്യത നമ്മുടെ സമുദായത്തിൻ്റെ മേൽ അള്ളാഹു ഏൽപ്പിക്കുന്നത്. അങ്ങനെ ഒരു ബാധ്യത നമുക്കുണ്ട്. ഈ മുതലിൻ്റെ 2.5% കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി മുഴുവൻ എനിക്കും എൻ്റെ കുട്ടികൾക്കും എന്തും ചെയ്യാം എന്നൊരു ധാരണ ഈ സമൂഹത്തിൽ ഉണ്ടാക്കി തീർത്തത് ഈ ജമാഅത്തുകാരുടെ പദ്ധതിയാണ്. ഈ 2.5% കൊണ്ട് ദാരിദ്ര്യം മാറും എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ട് കമ്മ്യൂണിസവും കാറൽ മാർക്സും മുതലാളിത്തവും ഒക്കെ അങ്ങോട്ട് തകർന്ന് തരിപ്പണായി 2.5%-ൻ്റെ മുമ്പിൽ നിന്നാണ്. അത് കമ്മ്യൂണിസം എന്താണെന്ന് പഠിക്കാത്തതിൻ്റെ കുഴപ്പമാണ്. കമ്മ്യൂണിസം പഠിച്ചോനിക്കറിയാം, ഈ 2.5% പോയിട്ട് 75% സക്കാത്ത് കൊടുത്താലും ഈ പറഞ്ഞ ദാരിദ്ര്യമൊന്നും ലോകത്തില്ലാതാവില്ല. എന്താണ് ലോകത്തിൻ്റെ അവസ്ഥ എന്ന് മനസ്സിലാക്കണം. 2.5% കൊണ്ട് തീരുന്ന പ്രശ്നമല്ല ഇവിടെ.
അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത് നിങ്ങളത് കൊടുക്കണം. ആർക്ക് കൊടുക്കണം? അത് ഖുർആൻ തന്നെ പറയുന്നു. കുൽമാ അംഫഖ്തും മിൻ ഖൈരിൻ, നിങ്ങൾ നബി അവരോട് പറയുക, നിങ്ങൾ എന്ത് ചെലവഴിക്കുകയാണെങ്കിലും ഫലിൽ വാലിദൈനി വൽ അഖ്റബീന വൽ യതാമ വൽ മസാകീനി വബിനിസ് സബീലി, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് കൊടുക്കേണ്ടി വരും, നിങ്ങളുടെ അടുത്ത കുടുംബക്കാർക്ക് കൊടുക്കേണ്ടി വരും, അനാഥകൾക്ക് കൊടുക്കേണ്ടി വരും, സാധുക്കൾക്ക് കൊടുക്കേണ്ടി വരും, യാത്രക്കാർക്ക് കൊടുക്കേണ്ടി വരും. അങ്ങനെ ആർക്കാവട്ടെ, വാങ്ങാൻ അർഹതയുള്ളവരാരുമാവട്ടെ, അവർക്കൊക്കെ നിങ്ങളുടെ മുതൽ കൊടുക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. ഇത് ഖുർആനാണ്. ഇതൊന്നും ഖുർആനിൽ ഇവർ കാണൂല, ഇവരിതൊന്നും കാണൂല. ഖുർആൻ പരിഭാഷ എല്ലാ വീട്ടിലും ഉണ്ടാവും ജമാഅത്തുകാരുടെ കയ്യിൽ. പക്ഷെ വേണ്ടതൊന്നും കാണൂല, വേണ്ടാത്തത് അവർ ഉസാറായി കാണും. ഇത് കണ്ടതൊരു പ്രബോധനം. ഇതിലൊരു പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, അങ്ങനെ വന്നു കഴിഞ്ഞാൽ വേറെ മെച്ചമുള്ളതുകൊണ്ട് ഞാൻ പറയാം. പന്നി മാംസം, രക്തം, ശവം ദൈവത്തിനല്ലാതെ നേർച്ചയാക്കപ്പെട്ടത് ഈ നാലെണ്ണത്തെ മാത്രമേ ഖുർആൻ കർശനമായി നിരോധിച്ചിട്ടുള്ളൂ എന്ന് കരുതി പട്ടിയെയും പൂച്ചയെയും മറ്റ് സകല ഇഴജന്തുക്കളെയും നാം ഭക്ഷിക്കണമെന്നില്ലല്ലോ. അപ്പം അള്ളാഹ് ഹറാമാക്കിയിട്ടൊന്നുമില്ല, നമ്മളുടെ മര്യാദ കൊണ്ട് നമ്മൾ തിന്നണില്ല എന്നാ ജമാഅത്തുകാർ പറയണത്. അതും കൂടി ഒന്ന് തിന്നാൻ തുടങ്ങിയാൽ കുറേയൊക്കെ ഈ ശല്യം ഒഴിവായി കിട്ടുമോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്നാൽ പിന്നെ ഈ കുട്ടികളെ മദ്രസയ്ക്ക് പോണ കുട്ടികൾക്ക് ഈ ശല്യത്തിൽ നിന്ന് ഒഴിവായി കിട്ടുമല്ലോ. അതും കൂടി അങ്ങോട്ട് തിന്നാൻ തുടങ്ങിക്കളി നിങ്ങൾ, കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾക്ക് ആർക്കും വലിയ വിരോധമൊന്നുമില്ല. ഇതൊക്കെ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് അതും പറ്റും. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ 2.5% വാങ്ങി അത് അവരുടെ ബൈത്തുൽ മാലി അല്ലെങ്കിൽ ബൈത്തു സക്കാത്ത് എന്നും പറഞ്ഞിട്ട്, സംഘടിത സക്കാത്ത് എന്നും പറഞ്ഞിട്ട് ആ 2.5% അങ്ങോട്ട് കിട്ടിയാൽ പിന്നെ മോലാളിമാരെ വെള്ള പൂശിയിട്ട് അവർക്ക് എന്ത് ചെയ്യുക, അവരുടെ വീട്ടിലെ ഏതെങ്കിലും പാവങ്ങൾ വല്ലതും ചോദിച്ച് ചെന്നാൽ അവർക്ക് പറയാം അതൊക്കെ ബൈത്തു സക്കാത്ത് എന്ന് വാങ്ങിക്കോളി, അവിടെ കൊടുത്തിട്ടുണ്ട്, അവിടെ ഓട്ടോറിക്ഷ ഉണ്ട്, അവിടെ കാറുണ്ട്, അവിടെ ബസ്സുണ്ട്, അവിടെ വീടുണ്ട്, എല്ലാം അവിടെ ഉണ്ട് എന്നാ നമ്മുടെ ഇമാമുകൾ പറഞ്ഞ ഈ ഭാരത് ഇവിടെ കിടക്കുക. വഫി സിയരി മിനൽ മിൻഹാജ്, മിൻഹാജിന്റെ സിയറിന്റെ ബാബ്, ജിഹാദിന്റെ ബാബിൽ കാണാം, മിൻ ഫുറൂദിൽ കിഫായത്തി, ഫറൽ കിഫായയിൽപ്പെട്ടതാണ് ദഫ്ഉൽ അററിൽ മുസ്ലിമീന, മുസ്ലിമീങ്ങളായ ആളുകളുടെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ നീക്കി കൊടുക്കുക. അത് ഫറൽ കിഫായയാണ്, സുന്നത്തൊന്നുമല്ല. കിസ്വത്തി ആരിൻ വൈത്ആമി ജായിൻ, വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുക, വസ്ത്രമില്ലാത്തവന് വസ്ത്രം കൊടുക്കുക എന്നതൊക്കെ ഫർള് കിഫായയാണ്. ഇത് സക്കാത്തിന്റെ ഫണ്ടൊന്നുമല്ല, സക്കാത്ത് കൊണ്ട് ചെയ്യേണ്ടതല്ല. അതിനാണ് ഈ മുവാസാത്ത് എന്ന് പറയുന്നത്. ഇബ്നു ഹജർ തങ്ങൾ തുഹ്ഫയിൽ 9-ാം വാള്യം 220-ാമത്തെ പേജിൽ പറയുന്നുണ്ട്, വലററി അഹ്ലി ദിമ്മത്തി വൽ അമാനി, ഇത് മുസ്ലിങ്ങളുടെ മാത്രം പ്രശ്നമല്ല. മുസ്ലിങ്ങളുമായി മുസ്ലിം ഭരണത്തിൻ്റെ കീഴിൽ അടങ്ങി ഒതുങ്ങി ജീവിക്കുന്ന, ഭരണകൂടത്തിന് വഴിപ്പെട്ട് ജീവിക്കുന്ന ദിമ്മത്തിൻ്റെ അഖിലുകാരും മുസ്ലിങ്ങളുമായി സൗഹൃദത്തിൽ കഴിയുന്നവരും അവർക്കും വസ്ത്രം വേണം, അവർക്കും ഭക്ഷണം വേണം, അവർക്കും അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കപ്പെടണം. വയുൽഹഖു ബിൽ ഇത്ആമി വൽ കിസ്വത്തി, ഈ ഭക്ഷണം വസ്ത്രം എന്ന് പറഞ്ഞതിനോട് ചേർക്കപ്പെടും മാഫി മഅനാഹുമ, അതുപോലെയുള്ള കാര്യങ്ങൾ അതിൻ്റെ സ്ഥാനത്ത് വരുന്ന കൗജറത്തി ത്വബീബിൻ വസമനി അദ്വിയത്തിൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഒരു കിഡ്നി രോഗിയാണ്, അവൻ്റെ കിഡ്നി മാറ്റിവെക്കണം, വേറെ ഒരു ചികിത്സയും അതിനില്ല. ആ കിഡ്നി മാറ്റിവെക്കാൻ അവൻ്റെ ഭാര്യ കിഡ്നി കൊടുക്കാൻ തയ്യാറാണ്. യൂസഫ് അലിയോട് ചെന്നിട്ട് ആ ചങ്ങായിയോ അവൻ്റെ ഭാര്യയോ ചെന്ന് പറയാ, എൻ്റെ ഭർത്താവിൻ്റെ കിഡ്നി മാറ്റിവെക്കണം, 5 ലക്ഷം ഉറുപ്യ വേണമെന്നാണ് ഡോക്ടർമാർ പറയണത്. അത് തരണമെന്ന് പറഞ്ഞാൽ 3.5 ലക്ഷം കൊടുത്തു, അല്ലെങ്കിൽ 4.5 ലക്ഷം കൊടുത്തിട്ട് ബാക്കി 50,000 എവിടെ നിന്നെങ്കിലും വാങ്ങ് എന്ന് യൂസഫ് അലിക്ക് പറയാൻ പാടില്ല. ഇവിടെയാ ദീന്, ഇതാണ് ഷാഫി മദ്ഹബ്, ഇവിടെയാ നമ്മുടെ ഇസ്ലാം നമ്മൾ പഠിപ്പിക്കേണ്ടത്. ലാക്കിൻ ലാ യൽസമു ദാലിക ഇല്ലാ അലാ മൻ വജദ സിയാദതൻ അലാ കിഫായത്തി സനത്തിൻ ലഹു വലിമമൂനിഹി കമാ ഫിർ റൗളത്തി, അവനും അവൻ്റെ ഭാര്യയ്ക്കും 1 വർഷത്തെ ചെലവിനുള്ള വഹ കഴിച്ചിട്ട് എന്ത് അവൻ്റെ കയ്യിൽ മിച്ചമുണ്ടോ അത് മുഴുവൻ അവൻ കൊടുക്കണം. ഇത് ഷാഫി മദ്ഹബ് നിസ്കാരം നോലുമ്പൊക്കെ പഠിപ്പിച്ച് നമ്മുടെ കിതാബാ, നമ്മളെ ഇമാമുകൾ രേഖപ്പെടുത്തി വെച്ചത്. അതാ മുതലിൻ്റെ ബാധ്യത. ധനികൻ എന്ന് പറയുന്നവൻ അള്ളാഹു ഏൽപ്പിച്ച ഈ ബാധ്യത നമ്മുടെ സമൂഹത്തിൽ ചർച്ചയ്ക്ക് വരാതാക്കിയത് ഈ വഹാബികളും ഈ മൗദൂദികളും കൂടി ചെയ്ത കുതന്ത്രമാണ്. പിന്നെ സുന്നി മൗലവിമാർ വായിക്കണതൊക്കെ അവരുടെ പ്രബോധനവും അവരുടെ മാസികകളുമാണല്ലോ. അതുകൊണ്ട് ആ ആശയം നമ്മുടെ തലയിലും കയറിയോ എന്തോ നമ്മൾ പേടിക്കണം. ഞാൻ പറഞ്ഞു വന്നത് വളരെ വ്യക്തമായി ഷെർവാനി 4-ാം വാള്യം 18-ാമത്തെ പേജിൽ നിന്നുള്ള ഇബാറത്താണ്, ഉദ്ധരണിയാണ് ഞാനിവിടെ വായിച്ചത്.
അതുകൊണ്ട് തന്നെ ഇതുള്ളവർക്കാണ് സമ്പന്നൻ എന്ന് പറയുക. ഒരാൾ ഗനിയാകുക എന്ന് പറഞ്ഞാൽ എന്താ? ഇതേ ഉള്ളൂ. ഒരു കൊല്ലത്തിന് അവനും അവൻ്റെ ഭാര്യയ്ക്കും അവൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായവർക്കും ഒരു വർഷത്തേക്കുള്ള വക കഴിച്ചിട്ട് എന്ത് മിച്ചമുള്ളവനും ഗനിയാണ്, സമ്പന്നനാണ്. അല്ലാണ്ട് കോടികൾ കെട്ടിയിരിപ്പ് വേണ്ട, നീക്കിയിരിപ്പ് വേണ്ട. വൽ മുഖാത്തബു ബിഹി, ഈ സഹായം കൊണ്ട് കൽപ്പിക്കപ്പെടുന്നത് കുല്ലു മൂസിരിൻ ബിമാ സാദ അലാ കിഫായത്തി സനത്തിൻ ഇന്ദ ഇഖ്തിലാലി ബൈത്തുൽ മാലി വ അദമി വഫായി സക്കാത്തി, സക്കാത്ത് കൊണ്ട് പരിഹരിക്കപ്പെടാതിരിക്കുകയും ബൈത്തുൽ മാൽ എന്ന് പറയുന്ന സംവിധാനമില്ലാത്ത അമുസ്ലിം രാഷ്ട്രത്തിലോ മറ്റോ ആവുകയും ചെയ്താൽ ഇതുകൊണ്ട് കൽപ്പിക്കപ്പെടുന്നവരാരാ? ഒരു വർഷത്തേക്കുള്ള ചെലവ് കഴിച്ച് മിച്ചമുള്ള എല്ലാവരുമാണ് എന്ന് ഫത്തുൽ മൊയ്ൻ, നമ്മൾ ഓതുന്ന ഫത്തുൽ മൊയ്ൻ്റെ ഇബാറത്താണ് ഞാനിപ്പോൾ വായിച്ചത്. ആ ഫത്തുൽ മൊയ്നിൽ തന്നെ ഉണ്ട് ഇതൊക്കെ. അതുകൊണ്ട് നമ്മൾ ആലോചിക്കുക, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം അവസ്ഥകളൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മുടെ ചർച്ചയെ മുഴുവൻ ഒരു ബൈത്തുൽ സക്കാത്തിലേക്ക് കൊണ്ടുപോയി എന്നതാണ് ജമാഅത്തുകാരുടെ വിജയം. അവർ നമ്മുടെ ബുദ്ധിയെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. നമ്മൾ മണ്ടന്മാരായിട്ടുണ്ട്, അവരുടെ പിന്നാലെ നമ്മൾ ചർച്ചയ്ക്ക് പോകുന്നത് അതുകൊണ്ടാണ്. ഇതല്ല ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം. ബൈത്തുൽ സക്കാത്ത് എന്ന് പറഞ്ഞിട്ട് വഴി തിരിച്ചു വിട്ടിട്ട് കുറെ കോടീശ്വരന്മാരെ സഹായിക്കാനും പണക്കാരെ ഒപ്പം നിർത്താനുമുള്ള കുതന്ത്രങ്ങളാണ് ഈ വിഭാഗം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് മാത്രമല്ല, ഇനി വീണ്ടും അബ്ദുൽ ഹമീദ് ഷെർവാനി തങ്ങൾ രേഖപ്പെടുത്തുന്നത് കാണാം, യക്ഫി ഫീ വുജൂബിൽ മുവാസാത്തി, ഈ സഹായം നിർബന്ധമാകുന്നതിൽ മതിയാകും അൻ യകൂന ലഹു നഹു വലൈഫ, അവൻ്റെ കയ്യിൽ മുതലൊന്നുമില്ല, പക്ഷേ മാസം ശമ്പളം കിട്ടുന്നുണ്ട് അവനിക്ക്, അല്ലെങ്കിൽ കെട്ടിടത്തിൻ്റെ വാടക കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ തേയിലത്തോട്ടമുണ്ട്, കാപ്പിത്തോട്ടമുണ്ട്, അല്ലെങ്കിൽ തെങ്ങുണ്ട്, അല്ലെങ്കിൽ വാഴയുണ്ട്, എന്തോ ആവട്ടെ, അവന് വരുമാനമുണ്ട്. യഹ്സുലു മിൻഹാ മാ യക്ഫീഹി ആദത്തൻ ജമീഅ സനത്തി, കൊല്ലത്തിന് ഒരു വർഷത്തേക്ക് വേണ്ട വരുമാനം അവനിക്ക് അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതിൻ്റെ പുറമെ യഹ്സുലു ഇൻദഹു സിയാദത്തൻ അലാ ദാലിക മാ യുംകിനുൽ മുവാസാത്ത, അത് കഴിഞ്ഞിട്ട് ഏതെങ്കിലുമൊക്കെ പാവങ്ങൾ ചോദിച്ചു വരുമ്പോൾ അവരുടെ കിഡ്നി മാറ്റി വെക്കാനായാലും ആൻജിയോപ്ലാസ്റ്റിക് ആയാലും ഹാർട്ട് ഓപ്പറേഷൻ ആയാലും അതിന് സഹായിക്കാനുള്ള മിച്ചം അവൻ്റെ ജോലിയിൽ നിന്ന് അവന് കിട്ടുന്നുണ്ടെങ്കിൽ അവനും അത് നിർബന്ധമാകുമെന്ന് ഷെർവാനി 4-ാം വാള്യം 18-ാമത്തെ പേജിൽ രേഖപ്പെടുത്തുന്നത് കാണാം. ഞാൻ പരത്തി പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ചുരുക്കുക, നമ്മൾ സമയം പാലിക്കപ്പെടണമല്ലോ. ഇപ്പം തന്നെ 2 മിനിറ്റ് വൈകിയിട്ടുണ്ട്, ഞാൻ നിർത്തുകയാണ്. അപ്പോൾ അതുകൊണ്ട് ചോദിച്ചു വന്നാൽ ഇത് ഫറദ് കിഫായ അല്ല, ഫറദ് ഐന. ഒരാൾ നമ്മുടെ വീട്ടിൽ വന്ന് ചോദിച്ചാൽ ഇത് ചോദിക്കാൻ വരാതിരിക്കാനാണ് ജമാഅത്തുകാർ തന്ത്രങ്ങൾ മെനയുന്നത്. ചോദിച്ചാൽ ലൗ സുഇല ഖാദിറുൻ, തുഹ്ഫ 9-ാം വാള്യം 221-ാമത്തെ പേജ്, ലൗ സുഇല ഖാദിറുൻ ഫീ ദഫ്ഇൽ അററിൻ, ഇങ്ങനെ വിഷമിക്കുന്ന ഒരാൾ വന്നിട്ട് ഒരു പണക്കാരനോട് വന്നിട്ട് സമ്പന്നനോട് വന്നിട്ട് എനിക്കിങ്ങനൊരു പ്രശ്നമുണ്ട്, 2 ലക്ഷം വേണമെന്ന് ഡോക്ടർമാർ പറയുന്നു, എന്നെ ഒന്ന് സഹായിക്കണം എന്നൊരാൾ വന്ന് ചോദിച്ചാൽ ലം യജുസു ലഹുൽ ഇംതിനാഉ, എനിക്ക് തരാൻ കഴിയില്ല എന്ന് പറയാൻ പാടില്ല. ലം യജുസു ലഹുൽ ഇംതിനാഉ, അത് തരാൻ എൻ്റെ കയ്യിലില്ല, ഞാൻ 50,000 തരാ, ബാക്കി അപ്പുറത്തെ മുതലാളിൻ്റെ അടുത്ത് ആ ഖാദറാജിൻ്റെ അടുത്ത് പോയി ചോദിച്ചളാ എന്ന് പറയൽ അനുവദനീയമല്ല. ലം യജുസു ലഹുൽ ഇംതിനാഉ വഇൻ കാന ഹുനാക ഖാദിറുൻ ആഖറു, തൊട്ടപ്പുറത്ത് വേറെ അതിലും വലിയൊരു മുതലാളി സമ്പന്നൻ അപ്പുറത്തുണ്ടെങ്കിലും ശരി അവൻ്റെ അടുത്തേക്ക് വിട്ടാക്കാൻ പറ്റൂല. ഇപ്പോൾ പള്ളിയിലെ ഖത്തീബിൻ്റെ അടുത്ത് വന്നിട്ട് ഒരാൾ പറയാ എനിക്ക് മരുന്ന് വാങ്ങണം, മരുന്ന് വാങ്ങാൻ 2000 ഉറുപ്യ വേണം, അതിന് ഉസ്താദ് ഞാനിവിടെ ഒരു സൗകര്യം ചെയ്തു തരണമെന്ന് പറഞ്ഞാൽ ഉസ്താദ് വെള്ളിയാഴ്ചയാണ് ആ നാട്ടുകാർ വരട്ടെ എന്ന് പറയാൻ പറ്റൂല. ഉസ്താദിൻ്റെ കയ്യിൽ മിച്ചം 2000 ഉണ്ടെങ്കിൽ ആ ഉസ്താദ് ആ 2000 കൊടുക്കണം എന്നാപ്പി പറയണത്. അതുകൊണ്ട് അതൊക്കെ പ്രസംഗിക്കാനും ചെറിയ മടിയൊക്കെ എനിക്കുണ്ട്. പറയുമ്പോൾ നമ്മുടെ തടിയിൽ പെടുമെന്നും കൂടി നമ്മൾ നോക്കണമല്ലോ. പ്രശ്നം ഗുരുതരമാണ്. മറ്റൊരാളിലേക്ക് കമ്മിറ്റിക്കാർ വരട്ടെ, സെക്രട്ടറി വന്നിട്ട് പറഞ്ഞു നോക്കട്ടെ എന്നൊന്നും പറയാൻ പറ്റൂല. കയ്യിലുണ്ടെങ്കിൽ കൊടുക്കൽ, ആരുടെ കയ്യിലാണുള്ളതെങ്കിലും അവന് മാസ വരുമാനം കിട്ടുന്ന ഒരാളാണെങ്കിലും അവൻ കൊടുക്കേണ്ടി വരും. തൊഴഫ 9-ാം വാളിലെ 221-ാമത്തെ പേജിൽ പറയുന്നത് കാണാം. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇതൊക്കെ മൂടി വയ്ക്കാനും മുടക്കാനും ചർച്ച ചെയ്യപ്പെടാതിരിക്കാനും ഈ 2.5% നമ്മുടെ ചർച്ചയെ കൂട്ടിക്കെട്ടാനുമാണ് വഹാബി മൗദൂദികൾ പരിശ്രമിച്ചത്. അവരതിൽ വിജയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ചർച്ച നമ്മളൊന്ന് വഴി മാറ്റണം. അവർ പറയുന്ന വഴിക്ക് നമ്മൾ ചിന്തിക്കരുത്.
നമ്മുടെ ഇമാമുകൾ എന്താണോ പറഞ്ഞത് അത് നമ്മുടെ കിതാബുകൾ പരിശോധിച്ചിട്ട് നമ്മുടെ കിതാബുകളിലൂടെ തന്നെ നമ്മൾ ആ വിഷയത്തിൽ പരിഹാരമുണ്ടാക്കാൻ ശ്രമിക്കണം. ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയങ്ങളൊന്നും അവർക്ക് വിഷയമല്ല. ജമാഅത്തെ അംഗങ്ങൾ തങ്ങളുടെ സക്കാത്ത് ജമാഅത്തിൻ്റെ പ്രാദേശിക ബൈത്തുൽ മാലിൽ അടയ്ക്കുന്നതാണ്. ഭരണഘടന അത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടനയാണ് ഈ സാധനം. ആ ജമാഅത്തെ ഇസ്ലാമി ഭരണഘടന അതിലവർ പറയുന്നത് സക്കാത്ത് ആളുകൾക്ക് കൊടുക്കരുത് തന്നെയാണ്. ബൈത്തുൽ മാൽ ജമാഅത്ത് അംഗങ്ങൾ തങ്ങളുടെ സക്കാത്ത് ജമാഅത്തിൻ്റെ പ്രാദേശിക ബൈത്തുൽ മാലിൽ അടയ്ക്കുന്നതാണ്. മനസ്സിലായോ? അപ്പം ചോദിച്ചു വരണ്ട, ഞങ്ങളുടെ വീട്ടിലേക്ക് ആരും സക്കാത്ത് ചോദിച്ചു വരണ്ട, ഞങ്ങൾ ആർക്കും കൊടുക്കൂല, ഞങ്ങളുടെ കയ്യിൽ നിന്നൊട്ടും കിട്ടൂല എന്ന് മാത്രമല്ല, ഞാൻ കിട്ടിയത് എങ്ങനെ ചെലവഴിക്കണം അത് ഈ പറഞ്ഞ ഇന്നമ സ്വതക്കാത്തും ഒക്കെ നമ്മൾക്ക് മൗലവിമാർക്ക് ഇവിടെ നിന്ന് ഓതാന്നല്ലാതെ ജമാഅത്തെ ഇസ്ലാമിക്ക് അതൊന്നും ബാധകമല്ല. അവർ പറയണത് എന്താന്ന് വെച്ചാൽ ബൈത്തുൽ മാലുകളെ സംബന്ധിച്ച് നിയമചട്ടങ്ങൾ ജമാഅത്ത് അമീർ നിർമ്മിക്കുന്നതായിരിക്കും. ഭരണഘടനയുടെ പേജ് 51. ഖുർആനും ഹദീസൊന്നുമല്ല ഞങ്ങൾ നോക്കുക, ഞങ്ങളുടെ അമീർ തീരുമാനിക്കും അത് എവിടെ ചിലവാക്കണം, എന്തിന് ചിലവാക്കണം. ഞാൻ ചിലവാക്കുന്നിടത്ത് തന്നെ വക മാറ്റി ചിലവഴിക്കാൻ പറ്റുമോ എന്നാണ് പിന്നിപ്പോൾ വിഷയം. ഈ ഒരു ഇനത്തിൽ നിന്ന് മറ്റൊരിനത്തിലേക്ക് സംഖ്യ മാറ്റം ചെയ്യുന്നതിനും 29-ാം ഖണ്ഡിക പ്രകാരം ജമാഅത്ത് അമീറിന് അധികാരമുണ്ടായിരിക്കും. ഇനിയിപ്പോൾ നമ്മൾ എന്ത് സെമിനാർ നടത്തിയിട്ടും അവർക്ക് ഈ നിയമങ്ങളൊന്നും ഇല്ലയെന്നിപ്പോൾ മനസ്സിലായില്ലേ? അവർ ഈ പറഞ്ഞ ഒരു നിയമവും അനുസരിക്കുന്നവരല്ല. അവർക്കായിട്ടൊരു ഇസ്ലാമും അവർക്കായിട്ടൊരു ദീനും അവർ വേറെ ഉണ്ടാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ നിർത്തട്ടെ. വലാ തൂത്തു സുഫഹാ അംവാലക്കും. പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞത് സഫീഹിൻ്റെ കയ്യിൽ മുതൽ കൊടുക്കരുത് എന്നാണ്. അവർ സഫീകളാണ്, തനിച്ച സഫീകളാണ്. അവരുടെ കൂട്ടത്തിൽ വകതിരിവുള്ളവരില്ല. ഇപ്പോൾ പണ്ടൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് ആൾക്കാരൊക്കെ പറയുമല്ലോ. ഇപ്പോൾ വകതിരിവുള്ളൊരു മനുഷ്യൻ പോലും അതിലില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. കുറേ പെൻഷൻ പറ്റിയ മേഷന്മാരും അതേപോലെയുള്ളവരുമാണ്. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ദീനും ദുനിയാവും തിരിയാത്ത ആ വിഭാഗമാണ് ഇപ്പോൾ ബൈത്തുൽ സക്കാത്ത് അല്ലെങ്കിൽ കൂട്ട സക്കാത്ത് എന്നൊക്കെ പറഞ്ഞു വരുന്നത്. നമ്മൾ ഈ പറയുന്ന നിയമങ്ങളൊന്നും അവർക്ക് ബാധകമല്ല എന്ന് അവരുടെ ഭരണഘടന തന്നെ വ്യക്തമായി പറയുന്നു. അതുകൊണ്ട് അവരെ പറഞ്ഞ് നന്നാക്കാൻ നമ്മൾ മെനക്കെടരുത്. നമ്മുടെ സമൂഹത്തിൽ നിന്ന് ആ ചതിയിൽ പെട്ടുപോകുന്നവരെ പിന്തിരിപ്പിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. റമളാനാണ് ആരംഭിക്കുന്നത്. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനകളിൽ ഈ സാധുവായ എൻ്റെ പരലോകക്ഷേമത്തിന് വേണ്ടി ദുആ ചെയ്യണമെന്ന് നിങ്ങളോട് വസിയത്ത് ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ